ചെയ്ത് പഠിക്കാൻ. നീ പറയൂ. ഇത്ര നീ പറയൂ കാണാതെ. ഇത്രയും ഫുള്ള് കാണാനല്ല, ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവസാനത്ത് ഫുള്ള് കാണാതെ പറയും. ഞാനത് മനസ്സിലാൻ വയ്ക്കട്ടെ. നീ പറയൂ. സ്പോട്ടിൽ ഡയലോഗ് പറയോ? ഓ പറയാം. ഈ ഡയലോഗ് നീ പറയുവാണെങ്കിൽ നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യും. നീ അല്ല, നിങ്ങൾ രണ്ടുപേരും പറയുന്ന കാര്യം ചെയ്യും. എടാ ഓക്കെ ആണോ? എന്താന്ന് വെച്ചാൽ ചെയ്യും. ഞങ്ങൾ ഓക്കെയാ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്യാൻ പോകുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണിച്ചേട്ടൻ്റെ സിനിമയിലെ ഒരു ഡയലോഗാണ്. ഏ സിനിമയെന്ന് അറിയാൻ വയ്യ. ഞാൻ അന്ന് സമയം അറിയാതെ ഡയലോഗ് എഴുതി വെച്ചേ. സിനിമ ഏതാ നമുക്ക് അറിയണ്ട ഗൈസ്. നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് വന്നപ്പം അതിങ്ങനെ നോക്കി കണ്ടപ്പോൾ നല്ല ഡയലോഗ്, അപ്പം അങ്ങ് എഴുതി വെച്ചതാ. അപ്പം ഡയലോഗ് എന്ന് പറഞ്ഞാൽ എനിക്കത് മമ്മൂക്കി ഉണ്ടെന്ന് തോന്നുന്നു പടത്തിൽ. മമ്മൂക്കി എടുത്താണ് പറഞ്ഞ ഡയലോഗ് ഇത്. ആഹാ മിടുക്കൻ, മിടുമിടുക്കൻ, നീ രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ രാമനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കളിക്ക്. പക്ഷെ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS ചേർന്ന് നിന്റെ തലക്കില്ല കമ്മീഷണറെ. തേങ്ങ മോഷ്ടിച്ച് നടന്ന ഗുണശേഖരൻ. ഗൈസ്, ഇതൊരു സീരിയസ് ഡയലോഗാണ്. തേങ്ങ മോഷ്ടിച്ച് നടന്ന ഗുണശേഖരൻ. പക്ഷെ ഈ ചിരി വരുന്നോണ്ടാ. തേങ്ങ മോഷ്ടിച്ച് നടന്ന ഗുണശേഖരൻ ഇന്ന് ഇവിടെ വരെ എത്തി. MLA, മന്ത്രിയായി, കോടീശ്വരനായി. ഒക്കെ എന്റെ വാശിയായിരുന്നു. പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലടാ. അപ്പൊ ഈ ഡയലോഗാണ് ഇവർ രണ്ടുപേരും പറയേണ്ടത്. 4 പേരുതാ. 4 വരെയല്ല, ഇത് മൊത്തം പറയണം. അത് വായിച്ച് പഠിക്കണം. ഫസ്റ്റ് നീ പോ. ഇവന് വേറെ ഡയലോഗ്. അതിലിപ്പം ഒരുമാതിരി പുച്ഛവും കൂടെ ചേർന്ന ഒരു രീതിയിലുള്ള ഡയലോഗാ. പറയടാ. 3, 2, 1. ഇതൊന്ന് വെഞ്ചരിച്ചാലാവും. മിടുക്കൻ, മിടുമിടുക്കൻ, നീ രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് നീ എന്തൊക്കെ ഉണ്ടായി പറയണ പന്നി. ഒരുപാട് സമയം കളിക്ക് നീ. മിടുക്കൻ, മിടുമിടുക്കൻ, നീ രാമനും ലക്ഷ്മണനും ഞാൻ തോറ്റു. ശിവ അടിപൊളിയായിട്ട് ഡയലോഗ് ഡെലിവറി പറയുന്ന ഒരു പയ്യനാട്ടോ. സ്കൂൾ കലോത്സവത്തിനൊക്കെ ഫസ്റ്റ്. പിന്നെ ഞാൻ ഇവിടെ പുഴുങ്ങി ഇങ്ങോട്ട്. മിടുക്കൻ, മിടുമിടുക്കൻ, നീ രാക്ഷസനും രാവനും മനുഷ്യനും ഒക്കെ ആവാം. പക്ഷേ വേറെ അടുത്ത വരുന്ന സുരേഷ് ഗോപിയുടെ സിനിമയുടെ ഡയലോഗ് മറ്റേ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം 4 നേരം ഇഷ്ടം വെട്ടി വിരിഞ്ഞ് ആസത്തിലെ വാല് പോലുള്ള നീചന്മാർക്ക് അത്ര ഒപ്പിച്ചില്ലേ? നീ രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കളിക്ക്. പക്ഷെ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ അത്ര ബുദ്ധി എടുത്തില്ലല്ലോ. IPS ചേർന്ന് നിന്റെ തലയ്ക്ക്. അങ്ങനല്ല, ഇവന്റെ തെറ്റിച്ചില്ല, ചെയ്യാതെ ഇരുന്നില്ല. ഓക്കെ ആക്കി. എടാ, ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ? മിടുക്കൻ, മിടുമിടുക്കൻ, നീ രാക്ഷസനും രാമനും മനുഷ്യനും ഒക്കെ ചേർന്ന് കളിക്ക്. പക്ഷെ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റുന്ന എന്റെ തലയുടെ ബുദ്ധി IPS ചേർന്ന് നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങ വിറ്റ് നടന്ന ഗുണശേഖരൻ ഇന്നിവിടെ വരെ എത്തി. MLA, മന്ത്രിയായി, കോടീശ്വരനായി. ഒക്കെ എന്റെ വാശിയായിരുന്നു. പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ലടാ. നേരത്തെ പഠിച്ചേ. സുരേഷ് ഗോപിയുടെ എളുപ്പമുള്ളതാണ്. സുരേഷ് ഗോപി പറയുന്ന ഡയലോഗ് മറ്റേ കാക്കിയിട്ടവന്റെ നേരെ കൈയൊങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ചോര ഒലിപ്പിച്ച് നിന്നാൽ തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലാടി മോന്റെ രോമത്ത് തൊട്ടാൽ തനിക്ക് നോവും. അല്ലേടാ പന്ന പട്ടി. പട്ടി ഇതൊന്നും ഇല്ല. നല്ലത് ഞാൻ തന്നെ.
കാക്കിയുടെ നേരെ കൈ ഊങ്ങിയാൽ തനിക്ക് നോവില്ല. തന്റെ കൂടുതലെടുത്ത് ചങ്ക് കീറി ചോരൽപ്പിച്ചെന്നാലും തനിക്ക് നോവില്ല. പക്ഷേ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലയാടി മോന്റെ രോമത്തൊട്ട തനിക്ക് നോവും. അല്ലേടാ പട്ടി. കാക്കിയിട്ടവന്റെ നേരെ കൈ ഊങ്ങിയാൽ എനിക്ക് നോവില്ല. കാക്കിയിട്ടവന്റെ നേരെ കൈവങ്ങിയാ തനിക്ക് നോവില്ല. കൂട്ടത്തൊഴുത്തന്റെ ചങ്ക് കയറി ചോര ഒളിപ്പിച്ച് കാണിച്ചാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് പൊന്നാടി മോന്റെ രോഗത്തിൽ തൊട്ടാ തനിക്ക് നോവും. അല്ലാടാ പന്ന പട്ടി. അതൊക്കെ ഈസി അല്ലേ? ചെയ്തില്ലേ? ഞാൻ തന്നെ എങ്ങനെയല്ലോ റൂമിനകത്തിരിക്കുന്നത് ഇതുണ്ടല്ലോ ഗ്രൂപ്പ് സോങ് ഒറ്റയ്ക്ക് കിടന്നല്ല. ഞാനൊന്നും കിട്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. കാക്കിട്ടവന്റെ കയ്യേറെ കാക്കിട്ടവന്റെ നേരെ കൈയുങ്ങിയാൽ തനിക്ക് നോവില്ല. കൂട്ടത്തിൽ ഒരു ചങ്ക് കയറി ചോര ഒലിപ്പിച്ചാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ പൊലാടി മോന്റെ രോമതി തൊട്ടാ തനിക്ക് നോവും. അല്ലടാ പന്നപ്പട്ടി. ക്ലാസ്മേറ്റ് സിനിമയിലെ ഡയലോഗാണ്. മറ്റേ പൃഥ്വിരാജ് കാവ്യമാധവനോട് ഒരു റൂമിനെ തടച്ചിടുവല്ലേ? എന്തിന്? പൃഥ്വിരാജ് കാവ്യമാധവനോട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. കാവ്യമാധവൻ വന്നിങ്ങനെ ടേസ്റ്റ് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. 5 കൊല്ലം മുമ്പത്തെ സംസ്ഥാന യുവജന ഉത്സവത്തിന് പങ്കെടുത്ത ഒരു 10ാം ക്ലാസ്സുകാരന്റെ കുച്ചിപ്പൊടിക്കും ഭരതനാട്യത്തിന് അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗാണ് ഇപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതാ ഒരുപാട് നീട്ടാൻ നിങ്ങൾ കണ്ടോണ്ടിരിക്കത്തില്ല. അതാ അല്ല ഇതിപ്പോ ആര് ജയിച്ചു? ഞാൻ ജയിച്ചു. പഠിച്ചോണ്ട് ജയിച്ചു. നീ ഇവിടെ ഒറ്റയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് കാർ എടുക്കുന്നില്ലേ?